സ്നേഹമുള്ള ദൈവജനമേ, ഇന്ന് ഈ ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ആരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ആരുമില്ലല്ലോ സഹായിക്കാൻ, കഷ്ടപ്പെട്ട് മടുത്തു, ആരുമില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ, ഒരു കൈത്താങ്ങ തരാൻ ആരുമില്ലല്ലോ ദൈവമേ. സഹോദരന്മാർ കൈവിട്ടു, ബന്ധുവീട്ടുകാർ കൈവിട്ടു, ഭർത്താവിൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ചു, ഭാര്യയുടെ വീട്ടുകാർ ഉപേക്ഷിച്ചു, ആരുമില്ല, ഞാൻ ഒറ്റയാണ്. ഇങ്ങനെ മനോവേദനയുമായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, സഹായത്തിന് ആരുമില്ല, എല്ലാവരും ഉണ്ട് എന്നാൽ ആരുമില്ല. സ്നേഹിക്കാനായിട്ട് യോജിപ്പിച്ചു ദൈവം, അവർ പോലും കൈവിട്ടു. ജീവിത പങ്കാളി പോലും എന്നെ ഒറ്റപ്പെടുത്തി. മക്കളുമില്ല എനിക്ക് സഹായത്തിന്, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഭർത്താവും മക്കളും ഒരു കെട്ട്, ഞാൻ ഒറ്റ. ഭാര്യയും മക്കളും ഒരു കെട്ടാണ്, ഞാൻ ഒറ്റയാണ്. സഹോദരങ്ങളെല്ലാം ഒരു കെട്ട്, ഞാൻ മാത്രമേ ഇവിടെ ഒറ്റ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ വേദനയും നിരാശയുമായിട്ട് ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഈ തിരുവചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ദൈവം തരുന്നൊരു മെസ്സേജ് കേട്ടോ. ഹോസിയ 2:14, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത സ്ഥലം, വിജനമായ സ്ഥലം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവം നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. മറ്റുള്ളവർ നിന്നെ എതിർത്ത് സംസാരിച്ചോട്ടെ, മറ്റുള്ളവർ നിന്നെ കളിയാക്കിക്കോട്ടെ, മറ്റുള്ളവർ നീ തെറ്റുകാരനാണ്, തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിക്കോട്ടെ, മറ്റുള്ളവർ പറഞ്ഞോട്ടെ നീ ഇത്രയും വൃത്തികെട്ടൊരു ജന്മമാണ്, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട, നിൻ്റെ ദോഷം കൊണ്ട, നിൻ്റെ പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കുന്നത്, ഇത് നിൻ്റെ ജീവിതത്തിൽ വന്നൊരു ശാപമാണ്, നിൻ്റെ പാപത്തിൻ്റെ ഫലമാണ്. എന്തും പറഞ്ഞോട്ടെ പ്രിയ മക്കളെ, അവരെന്തും പറഞ്ഞോട്ടെ. കാണുന്നവരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ. കായൻ പറഞ്ഞില്ലേ ഒരിക്കൽ, ദൈവമേ ഞാനിനി എവിടെ പോയി ഒളിക്കും, കാണുന്നവരൊക്കെ എന്നെ കൊല്ലാൻ നോക്കുക, ഞാൻ എവിടെ പോയി ഒളിക്കിനി. ഒറ്റപ്പെട്ട ജീവിതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ദൈവം, ഒറ്റപ്പെട്ട കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കർത്താവ്. ആരൊറ്റപ്പെട്ട് കഴിയുന്നുണ്ടോ അവനെ സ്നേഹിക്കുന്നൊരു ദൈവം. എന്തിനാ വിഷമിക്കുന്നത്? ആരൊറ്റപ്പെട്ട് കഴിയുന്നുണ്ടോ അവൻ്റെ അടുക്കലേക്ക് വരുന്നൊരു ദൈവം. ജനത്തെ ഫേസ് ചെയ്യാൻ പറ്റാതെ, എല്ലാവരും എന്നെ കളിയാക്കും, എല്ലാവരും എന്നെ പാപിനി എന്ന് മുദ്ര കുത്തും, എല്ലാവരും എന്നെ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നവൾ, 5 ഭർത്താക്കന്മാരെ വെച്ച് ജീവിക്കുന്നവൾ എന്നും പറഞ്ഞ് എന്നെ കളിയാക്കുമെന്നും പറഞ്ഞിട്ട്, പ്രിയ ദൈവമക്കളെ, നട്ടുച്ച നേരം നോക്കി കിണറ്റിങ്കരയിലേക്ക് പോകാൻ കാത്തിരുന്നൊരു പെണ്ണ്, സമരിയാക്കാരി സ്ത്രീ. അവൾക്കറിയാമായിരുന്നു നട്ടുച്ച നേരത്തെ കിണറ്റിങ്കരയിൽ ആരും കാണില്ല. വെള്ളമെടുക്കാൻ വരുന്ന സമയം രാവിലെയോ വൈകിട്ടോ ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ നട്ടുച്ച നേരത്തെ കിണറ്റിങ്കരയിലേക്ക് വെള്ളമെടുക്കാൻ പോയ ആ ഒറ്റപ്പെട്ട സ്ത്രീ, അവളെ കാത്ത് ഒരു ദൈവ പുരുഷൻ ഇരിപ്പുണ്ടായിരുന്നു, ഒരു ദൈവത്തിൻ്റെ മകൻ ഇരിപ്പുണ്ടായിരുന്നു, ഒരു സർവത്തിൻ്റെയും ഉടയവൻ, ഈ ലോകത്തെ മുഴുവൻ തൻ്റെ കയ്യിലിട്ട് അമ്മാനമാടാൻ കഴിവുള്ളൊരു തമ്പുരാൻ, എല്ലാവരെയും രക്ഷിക്കാൻ കഴിവുള്ളവൻ. ഞാൻ രക്ഷകനാണ്, നിങ്ങൾക്ക് വേണ്ടി രക്ഷ നൽകാൻ ഞാനിതാ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്ത് അവകാശപ്പെടാൻ പറ്റൂ. അത് യേശു ക്രിസ്തുവാണ്. ആ യേശു അവളെ കാത്തിരിക്കുക പ്രിയ മക്കളെ. ആ ഈശോ അവളെ രക്ഷിക്കാൻ വന്നിരിക്കുക. എവിടെയെല്ലാം ആരെല്ലാം ഒറ്റപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ആരെല്ലാം ഒറ്റപ്പെടുന്നുണ്ടോ അവളുടെ അടുക്കലേക്ക് കടന്നു വന്ന് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവം. ഏതെങ്കിലും കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടോ പ്രിയ മക്കളെ? ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഒറ്റയാണോ? ആരുമില്ല നിന്നെ സ്നേഹിക്കാൻ, ആരുമില്ല നിന്നെ സഹായിക്കാൻ. ദൈവം നിന്നോട് പറയാണ്, ഞാൻ നിന്നെ വശീകരിച്ച് ഈ വിജനപ്രദേശത്ത് കൊണ്ടുവന്നത് എന്തിനാണെന്നോ?
എനിക്ക് നിന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കണം, എനിക്ക് നിന്നോട് വർത്തമാനം പറയണം, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും, നിന്നെ അറിയിക്കണം. നീ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റില്ല, ഞാനുണ്ട് നിനക്ക്, നീ എന്നെ തിരിച്ചറിയണം, നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കണം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുവരും, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും, അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം ഞാൻ തിരികെ കൊടുക്കും, ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കി മാറ്റും. ഇത് നന്മയ്ക്ക് വേണ്ടിയ പ്രിയമക്കളെ, ഇത് നല്ലതിന് വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം ഒരു 2-3 വിധവകളായ ദൈവമക്കൾ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് എൻ്റെ യൂട്യൂബിലെ നമ്പറുള്ള കാരണം ഒത്തിരി ഫോൺ കോൾ വരാറുണ്ട് എനിക്ക്. ഇന്ന് വിളിച്ചു പ്രിയമക്കളെ, 3 സ്ത്രീകൾ, വിധവകൾ, അധികം പ്രായമൊന്നായിട്ടില്ല. അവരുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയി ഹാർട്ട് അറ്റാക്കായിട്ട്. 3 പേരുടെയും ഭർത്താക്കന്മാർ ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരിച്ചുപോയത്. വ്യത്യസ്ത സമയങ്ങളിലാണ് ഇന്ന് വിളിച്ചത്. എനിക്ക് അത്ഭുതം തോന്നി പ്രിയമക്കളെ. അവരെല്ലാം നാവെടുത്ത ഉടനെ എന്നോട് പറഞ്ഞൊരു സങ്കടം ഇതാണ്. സണ്ണി കാട്ടുകാരൻ എന്ന് പറഞ്ഞ ആളല്ലേ? അതെ. വചനം പ്രസംഗിക്കുന്ന ആളല്ലേ? ആണ്. പിന്നെ കരഞ്ഞിട്ട് പറഞ്ഞ വാക്കിതാ 3 പേരും, ഞാൻ ഒറ്റയാണ് ഇപ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയാണ്, ഞാൻ ഒറ്റപ്പെട്ട് കഴിയുക. മക്കളെന്തിയെ? മക്കൾ പഠിക്കാൻ പോയി, മക്കൾ ഹോസ്റ്റലിലാണ്, മക്കൾ അവിടെ ഇവിടെയൊക്കെ ജോലിയിലാണ്. ഭർത്താവ് എന്തിയെ? ഭർത്താവ് മരിച്ചുപോയി. 3 സ്ത്രീകൾ വിളിച്ചു, 3 പേരുടെയും ഭർത്താക്കന്മാർ മരിച്ചുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. ഭർത്താവ് ഭാര്യ മരിച്ചു പോകുമ്പോഴാണ് ആ നഷ്ടബോധം നമുക്ക് അനുഭവപ്പെടും. സ്നേഹമുള്ളവർ, ഈ 3 പേരും നല്ല കരച്ചിലായിരുന്നു എന്നെ വിളിച്ചിട്ട്. ഞാൻ അവരോട് പറഞ്ഞൊരു വചനമാണ് നേരത്തെ കേട്ടത്. നിങ്ങളെ ദൈവം വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുവന്നിരിക്കുക. ഇപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ. കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളെന്തിനാ ഒറ്റയാന്ന് പറയണേ? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം നിൻ്റെ കൂടെയുണ്ട്. സത്യം. നിങ്ങളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തിനാ എൻ്റെ ഭർത്താവിനെ ഇത്ര നേരത്തെ വിളിച്ച്? 3 പേരും ചോദിച്ച ചോദ്യമാണ്. ഞാൻ അവരോട് പറഞ്ഞു, കുശവന് ഇഷ്ടമുള്ള വിധം കളിമണ്ണിനോട് പെരുമാറിക്കൂടെ? കളിമണ്ണിന് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ടോ? എന്തിനാണ് കുശവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്? കുശവൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം. ആദ്യം തന്നെ ആ മരണമൊന്ന് അംഗീകരിക്കുക. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ നല്ലതിന് ദൈവം അങ്ങെടുത്തു. പറയാൻ എളുപ്പമാണ്. ആ നല്ലതിനെ ദൈവം അങ്ങ് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ? ദൈവത്തിൻ്റെ ഹിതമല്ലേ? സാരമില്ല, നിങ്ങൾ ഒറ്റയല്ല. നിങ്ങളുടെ കൂടെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കാണുക. നിങ്ങളോട് ദൈവം ഹൃദ്യമായിട്ട് സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുവരും, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. നിങ്ങൾ ദൈവസ്വരം കേൾക്കണം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ മുൻപും പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. പലരും എന്നോട് ഇതുപോലെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം ഇതുപോലെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അവർ വിളിക്കുമ്പോൾ പറയും, എൻ്റെ ഭർത്താവ് മരിച്ച ദുഃഖം മാറിയത് അന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോഴാണ്, നിങ്ങൾ ആ ദൈവത്തിൻ്റെ സന്ദേശം പറഞ്ഞപ്പോഴാണ്, ആ ദൈവസ്വരം കേൾക്കാൻ ഞാൻ കാത്തിരുന്നപ്പോഴാണ്. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മോള് പേടിക്കേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ അസ്വസ്ഥപ്പെടേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് സമാധാനമുണ്ട്, എൻ്റെ മനസ്സിന് സ്വസ്ഥതയുണ്ട്. ദൈവസ്വരം ശ്രവിക്കാൻ ഞാൻ പഠിച്ചിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ ഒറ്റയല്ല. അടച്ചിട്ട മുറിയിലേക്ക്, ശിഷ്യന്മാർ അടച്ചിട്ട മുറിയിലേക്ക് ഈശോ ഇതാ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പ്രിയജനമേ, ഈ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഞാൻ ഒറ്റയാണെന്ന് പറയരുത്.
എനിക്കാരുമില്ലെന്ന് പറയരുത്. ജീവിക്കുന്ന ദൈവം നിൻ്റെ ഒപ്പമുണ്ട്. നീ അത് കാണും. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സങ്കടപ്പെടുന്നും വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട, ആരോടും വൈരാഗ്യം വേണ്ട. എൻ്റെ ദൈവം എന്നെ ഒറ്റപ്പെടുത്തിയത്, എൻ്റെ കർത്താവ് എന്നെ ഒറ്റപ്പെടുത്തിയത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങോട്ട് നന്ദി പറയാം പ്രിയ മക്കളെ. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് മനസ്സ് തുറക്കുക. കർത്താവേ, എനിക്ക് നീ മാത്രം മതി, എനിക്ക് നീ മാത്രം മതി ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കർത്താവിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈശോയോട് നിൻ്റെ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും വേദനകളും അറിയിക്കട്ടെ. ഇപ്പോൾ നീ ഒറ്റയല്ല മോനെ, മോളെ, നീ ഒറ്റയല്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ. ഈശോയെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ പപ്പയുടെ മാറിൽ ചാരിക്കിടക്കുന്ന പോലെ ആ യേശുക്രിസ്തുവിൻ്റെ മാറിലൊന്ന് ചാരിക്കിടന്ന് നിൻ്റെ എല്ലാ സങ്കടവും അറിയിക്കട്ടെ. ഒതുക്കി വെച്ച ദുഃഖങ്ങൾ കണ്ണുനീരായിട്ട് ഒഴുകിപ്പോകട്ടെ. നിൻ്റെ പരാതികളും പരിഭവങ്ങളും പറയട്ടെ ദൈവത്തോട്. എല്ലാവരും ഉണ്ട് എന്നിട്ട് ഞാൻ ഒറ്റ ദൈവമേ, ആരോ സങ്കടപ്പെടുന്നു. എല്ലാവരും ഉണ്ട് സഹായത്തിന്, പക്ഷേ ആരുമില്ല കർത്താവേ. സമയം വരുമ്പോൾ ആരുമില്ല. ഈശോയെ, നീയും ഒറ്റപ്പെട്ടിട്ടുണ്ടല്ലോ, നീയും വേദനിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും ഉണ്ടായിട്ടും സമയത്തിൻ്റെ തികവിൽ എല്ലാവരും നിന്നെ വിട്ടുപോയല്ലോ ദൈവമേ. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല. ഞാൻ ഏകനായിപ്പോയി. ഏകാന്തത അനുഭവിച്ച നല്ല കർത്താവ്. ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടോടിപ്പോയി. അവസാനം ഒരു ശിഷ്യൻ പുതപ്പ് മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. അവനെ അനുഗമിച്ചിരുന്നു ആ ശിഷ്യൻ. യഹൂദ പ്രമാണികൾ അവനെ പിടിച്ചു ചോദ്യം ചെയ്തപ്പോൾ ഇതാ അവനും യഹൂദ പ്രമാണികൾ അവനെ പിടിച്ചപ്പോൾ അവനും പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല. ദൈവത്തെ മാറോട് ചേർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. സങ്കടങ്ങൾ മാറിപ്പോകട്ടെ, ദുഃഖത്തിൻ്റെ കണ്ണുനീര് മാറിപ്പോകട്ടെ, നിനക്ക് ധൈര്യം ലഭിക്കട്ടെ. എല്ലാവരുമുണ്ട്, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി. എല്ലാവരുമുണ്ട്, സഹായിക്കാൻ ആരുമില്ല നിനക്ക്. വേദന ഉള്ളിൽ ഒതുക്കി നീ ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി എന്ന പോലെ ജീവിച്ചു. മരിക്കാമായിരുന്നെന്ന് ചിന്തിച്ചു. നീ ആത്മഹത്യയെ നീ പ്രേമിച്ചു. എന്തിനാ ഈ ജീവിതം എന്നൊക്കെ നീ ഓർത്തു. അരുത്. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്. നീ ജീവിക്കണം, നിൻ്റെ ദൈവത്തോടുകൂടെ ജീവിക്കണം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുപോകും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം ഞാൻ തിരികെ കൊടുക്കും. ആഗോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മടുത്തു ദൈവമേ, മടുത്തു കർത്താവേ. നിൻ്റെ എല്ലാ മടുപ്പും ഈശോയ്ക്ക് സമർപ്പിക്കുക. ശക്തമായ തലവേദന മൂലം വേദനിച്ചിരിക്കുന്ന നിന്നെ കർത്താവ് ഇപ്പം സ്പർശിക്കട്ടെ. നിന്നെ ദൈവം തൊടട്ടെ. ഇപ്പോൾ ദൈവമേ, കൃപ വർഷിക്കണമേ. കർത്താവെ, ശക്തിപ്പെടുത്തണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആരെല്ലാം ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് അവരെല്ലാം ഓർത്ത് സ്തുതിക്കട്ടെ. കണ്ണുനീര് മാറട്ടെ, ദൈവജനത്തിൻ്റെ സങ്കടങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി വിളിക്കട്ടെ ദൈവമേ. ആരാധന, ആരാധന. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവെ, സ്തുതിച്ചവർക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.